ധ്രുവക്കരടികളുടെ ആക്രമണം പൊതുവെ കുറവാണ്. എന്നാൽ പലയിടത്തു നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് സമീപകാലത്ത് ഇവയുടെ ആക്രമണം പതിവാണ്. ഇതിന് കാരണം എന്താണെന്ന് നോക്കാം. ആവാസ വ്യവസ്ഥയിലെ മഞ്ഞുരുകൽ മൂലം ധ്രുവക്കരടികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. കാനഡയിലെ ആർട്ടിക് മേഖലയിൽ 2 ധ്രുവക്കരടികളുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസവും ഒരാൾ മരിച്ചിരുന്നു. നോർത്തേൺ നുനവുഡ് മേഖലയിലെ ബ്രെവുഡ് ഐലൻഡിൽ വിദൂര റഡാർ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ടത്. കരടികളിൽ ഒന്നിനെ റഡാർ കേന്ദ്രത്തിലെ ജീവനക്കാർ കൊന്നു, മറ്റൊന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം അലാസ്കയിൽ ധ്രുവക്കരടിയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീയും 1 വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിരുന്നു. അതീവ അക്രമ സ്വഭാവമുള്ളവയാണ് ഇവ. ഒരിക്കൽ ഒരു ധ്രുവക്കരടിയുടെ ആക്രമണം നേരിടേണ്ടി വന്ന ഒരാൾക്ക് തകർന്നുപോയ തന്റെ തലയോട്ടി കൂട്ടിയോജിപ്പിക്കാൻ 13 മണിക്കൂറുകൾ നീണ്ട 300 തുന്നലുകളാണ് വേണ്ടിവന്നത്. 2003 സെപ്റ്റംബറിൽ കനേഡിയൻ ആർട്ടിക് മേഖലയിൽ വെച്ച് ഇനിയൂട്ട് വിഭാഗത്തിൽപ്പെടുന്ന എസ്കിമോ ഗൈഡായ കുറ്റു ഷാക്കിന് നേരെയാണ് ധ്രുവക്കരടിയുടെ ആക്രമണമുണ്ടായത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ കുറ്റുവിന്റെ ടെന്റ് തകർത്ത് ധ്രുവക്കരടി ഉള്ളിൽ കടക്കുകയായിരുന്നു. കുറ്റു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒരു കല്ലിൽ തട്ടി നിലത്ത് വീണു. പിന്നാലെ എത്തിയ ധ്രുവക്കരടി അതിന്റെ കൂർത്ത നഖങ്ങളും പല്ലും കൊണ്ട് കുറ്റുവിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ കുറ്റുവിന്റെ തലയോട്ടി പിളർന്നു. തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ചിലർ ധ്രുവക്കരടിയെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ കുറ്റു അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഏകദേശം 17,000 ധ്രുവക്കരടികൾ കാനഡയിൽ ജീവിക്കുന്നുവെന്നാണ് കണക്കുകൾ. ആഗോളതലത്തിൽ ആകെ ധ്രുവക്കരടികളുടെ 2/3 ഇത്. 1870 മുതൽ 2014 വരെ കാനഡ, US, നോർവേ, ഗ്രീൻലാൻഡ്, റഷ്യ എന്നിവിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത 73 ധ്രുവക്കരടി ആക്രമണങ്ങളിൽ 20 എണ്ണം ആളുകളുടെ മരണത്തിന് പോലും കാരണമായി. ധ്രുവക്കരടികളുടെ ആക്രമണം പൊതുവെ കുറവാണെങ്കിലും ആവാസ വ്യവസ്ഥയിലെ മഞ്ഞുരുകൽ മൂലം ഇവ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.